സോ ദെൻ അപ്പോൾ അത് സേഫായിട്ടോട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് എന്ത്? ഓർഡർ പിക്കിങ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആമസോൺ, മീഷോ അങ്ങനെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അവരുടെ ഓർഡർ പോകുന്നത് എങ്ങോട്ടേക്ക് ആയിരിക്കുള്ളൂ? എവിടെയാണോ അവരുടെ മദർ വെയർ ഹൗസ് ഉള്ളത്, നമുക്കറിയാം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ മദർ വെയർ ഹൗസസ് വരിക. അതായത് അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് റിസീവ് ചെയ്യുന്ന ആ ഒരു ഓർഡർ ഇവരെന്ത് ചെയ്യുക? അവിടുന്ന് ഔട്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ വന്നിരിക്കുന്ന ഓർഡേഴ്സ്, സ്പെസിഫൈഡ് ലൊക്കേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഓർഡേഴ്സ്, ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു പിക്ക് ലിസ്റ്റ് റെഡിയാക്കുന്നു. ഓക്കെ, ഇത്ര ടൈമിനുള്ളിൽ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്ത് വന്നിരിക്കുന്ന ഇപ്പോൾ കേരളം അല്ലെങ്കിൽ കൊച്ചി അങ്ങനത്തേക്കുള്ളൊരു സോർട്ടേഷൻ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? അവിടെ ഓർഡർ പിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ഇപ്പോൾ മാനുവലിയാണ് ചെയ്യുന്നതെങ്കിൽ പിക്കേഴ്സ് ഉണ്ടാവും, അവരുടെ കയ്യിലായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇത്തരം പിക്കിംഗ് റോബോട്ട്സ് ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും? ആ ഷെൽഫ് അങ്ങനെ തന്നെ ഷെൽഫ് അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ ലോജിക്ക് ഇല്ലാത്ത പോലെ ചിന്തിക്കേണ്ട ചെറിയൊരു ഷെൽഫായിരിക്കുമല്ലോ, അതിന് താഴെ പോയിട്ട് റോബോട്ട് ഇങ്ങനെ പയ്യെ പൊക്കിയെടുത്തിട്ട് അത് പിക്കറുടെ അടുത്തേക്ക് എത്തിക്കും. ഓക്കെ, എന്നിട്ട് പിക്കർ എന്ത് ചെയ്യും? എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റാക്ക് അല്ലെങ്കിൽ ക്രേറ്റിനൊക്കെ എന്ത് ബാർകോഡാണോ കൊടുത്തിട്ടുള്ളത്, ആ ബാർകോഡിന് എഗെയിൻസ്റ്റാണ് ആ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് എന്നുള്ള ഡാറ്റ ആ ഒരു പിക്കറുടെ കയ്യിലുണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യും? ആ പ്രൊഡക്ട്സ് അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ പിക്ക് ചെയ്ത പ്രൊഡക്ട്സ് എന്ത് ചെയ്യും? കൺവേയേഴ്സ് വെച്ചിട്ട്, കൺവേയേഴ്സ് കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു ബെൽറ്റ്, അപ്പോൾ ഒരു കൺവേയേഴ്സ് ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യും? പാക്കിംഗ് ഏരിയയിലേക്ക് മാറ്റും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് എഗെയിൻസ്റ്റ് തന്നെ ആ ഒരു വെയർ ഹൗസസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഇൻവോയ്സസും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലേബല്, ബാർകോഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓൾട്ടർനേറ്റ് ആയിട്ട് അവരുടെ ഒരു വെയർ ഹൗസിൽ തന്നെ അത്തരം ഫങ്ഷൻസും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിക്ക് ചെയ്ത പ്രൊഡക്റ്റ് ചിലപ്പോൾ ആ സമയത്ത് തന്നെ പാക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വേറെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. എനിവേ കൺവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കൺവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ റോബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാനുവലി ഇൻഡിവിജ്വലി ഓരോരോ എംപ്ലോയീസ് ആയിരിക്കും ആ ഒരു പിക്കിംഗ് പ്രോസസ്സ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നു, പാക്ക് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അത് ലേബൽ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യും? അത് ബാർകോഡും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു. അതും എന്ത് ചെയ്യുന്നു? നമ്മൾ ആ പാക്കേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ട് പ്രൊഡക്ട്സ് നമ്മൾ സോർട്ട് ചെയ്യുന്നു. ദെൻ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നു? ആമസോൺ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലാസ്റ്റ് പാക്കിംഗ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന അവരുടെ ലേബലും കാര്യങ്ങളൊക്കെ ഉള്ളത്, ആ ഒരു രൂപത്തിലേക്ക് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിസ്പാച്ച് ഏരിയയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഡിസ്പാച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഔട്ട് ബൗണ്ട് അല്ല, ഔട്ട് ബൗണ്ടിലോട്ട് മാറ്റിയിട്ട് ഈ ഡെലിവറി ഓർഡർ അഗെയിൻസ്റ്റ് അവരെന്ത് ചെയ്യുന്നു? ഈ വെബിൽ അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആ ഒരു ഷിപ്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയതിന് ശേഷം ഈ പ്രൊഡക്റ്റുകൾ, ബാഗേജസ്, ഈ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ട്രെയിലർ, കണ്ടെയ്നേഴ്സിലോട്ടൊക്കെ സ്റ്റഫ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ സ്റ്റഫ് ചെയ്ത കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യുന്നു? ആ പെർട്ടിക്കുലർ ലൊക്കേഷൻസ് എങ്ങോട്ടേക്കുള്ള ഷിപ്മെൻ്റ് ആണ് ഇവർ പിക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യുന്നു? അത് ലൊക്കേഷൻസിലോട്ടൊക്കെ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഈ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് പോകുന്ന ട്രക്ക്, ട്രെയിലേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഷിപ്മെൻറ്റ് അല്ലേ, ഈ ഒരു ഷിപ്മെൻറ്റ് വേറൊരു ലൊക്കേഷനിൽ വെയർ ഹൗസിൽ ചെന്നിട്ട് വീണ്ടും അവിടെ നിന്ന് എന്ത് പറ്റുന്നു? സോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും അവിടെ നിന്ന് എന്താണ്? വീണ്ടും അത് ചെറുതാവും, ആ ഒരു വലിയ കൺസൈൻമെൻറ്റ് എന്താവുന്നു? അവിടെ ചെറുതായിട്ട് വീണ്ടും പെർട്ടിക്കുലർ ലൊക്കേഷന് എഗെയിൻസ്റ്റ് അത് എന്ത് ചെയ്യുന്നു? വീണ്ടും സോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? മേ ബി അത് അടുത്ത് പോകുന്നത് ഹബ്സിലോട്ടായിരിക്കാം, ദെൻ ചിലപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നത് സ്പോക്കിലോട്ടായിരിക്കാം. ഈ ഹബ്ബും സ്പോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ചെറിയ ചെറിയ സ്റ്റോറേജ് ഫെസിലിറ്റി തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ വെയർ ഹൗസസിന് നമുക്ക് ഹബ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഈ നമ്മുടെ ആമസോണും അവരുടെയൊക്കെ ഓർഡർ ട്രാക്ക് ചെയ്യുമ്പോൾ ഇന്ന ഹബ്ബിലെത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള നമുക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ അൾട്ടിമേറ്റ്ലി ആ മദർ വെയർ ഹൗസിൽ നിന്ന് വന്ന പ്രൊഡക്റ്റ്, ആ ഒരു ഷിപ്മെൻറ്റ്, ആ വലിയ കൺസൈൻമെൻറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോരോ സ്പെസിഫൈഡ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് വീണ്ടും ചെറുതാവും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് വേറെ ട്രക്കിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് അത് സെൻഡ് ആവും. മനസ്സിലായോ? ഇപ്പോൾ ദെൻ അൾട്ടിമേറ്റ്ലി അത് എത്തി നിൽക്കുന്നത് വേറൊരു ഹബ്ബിലോ അല്ലെങ്കിൽ വേറൊരു സ്പോക്കിലേക്കായിരിക്കും.
ഇവിടെ നിന്നായിരിക്കും നമുക്ക് ലാസ്റ്റ് മൈൽ ഡെലിവറി സംഭവിക്കുന്നത്, അതായത് അൾട്ടിമേറ്റ്ലി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുന്നത് മോറോവർ ആരായിരിക്കും? തേർഡ് പാർട്ടീസ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ കാർട്ട് അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ, ഇവരൊക്കെ ഇതുപോലുള്ള തേർഡ് പാർട്ടീസ് ആയിരിക്കുള്ളൂ നമുക്ക് ലാസ്റ്റ് മൈൽ ഡെലിവറീസ്, അല്ലെങ്കിൽ ഈ ആമസോണൊക്കെ ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഹബ് ചെയ്യുന്നൊക്കെ ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സ്പോക്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, പല സ്ഥലങ്ങളിലാണെങ്കിലും മെജോറിറ്റി എന്താണ് തേർഡ് പാർട്ടീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവരായിരിക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ലാസ്റ്റ് മൈൽ ഡെലിവറി പോസിബിൾ ആക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി മോണിറ്ററിങ്ങിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നു വെയർ ഹൗസിൽ, അത് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നു, ഇൻവോയ്സും നമ്മുടെ പർച്ചേസ് ഓർഡറൊക്കെ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ ആർട്ടിക്കിൾ സെയിം ആണോ എന്ന് നോക്കുന്നു, ഈ ആർട്ടിക്കിൾ എന്താ പറയുക ഇൻവോയ്സിലുള്ള കറക്റ്റാണ്, അതുപോലെ തന്നെ നമ്മളുടെ ആർട്ടിക്കിൾസിലുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് റാക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ സ്കെയും കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സൈസും അതിൻ്റെ എന്താണ് നേച്ചറും, എന്ത് സ്പെസിഫൈഡ് സ്പേസ് ആണ് അല്ലെങ്കിൽ എന്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഹാൻഡ്ലിങ് റിക്വയർമെൻ്റ് ആണ് ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടത്, അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇ കൊമേഴ്സ് വെയർ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വരുന്ന ഒരു ഒരു ഔട്ട്ലൈൻ പോലെയുള്ള ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലും വ്യത്യാസങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അവിടുത്തെ ഒരു SOP എന്ന് പറയുന്നത് എന്ത് രീതിയിലായിരിക്കും അവർക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നത്, ഇതനുസരിച്ചിട്ട് ഇൻഡിവിജ്വലി ഓരോരോ DCസിലും അവരുടേതായിട്ടുള്ള ഓപ്പറേഷൻസിലും മാറ്റം വരുത്താം. ഈവൻ അവർ ചെയ്യുന്ന വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞ ഇ കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു ലൈവ് ഒരു DCസിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നിരുന്നാലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ മാത്രമേ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്, ഓരോരോ വെയർ ഹൗസിൽ DCസിലും ഇ കൊമേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന വെയർ ഹൗസസിലേക്ക് നടക്കുന്നത് എന്നൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കുള്ളൂ എന്ത് വരുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഏകദേശം ആര് ഹാൻഡിൽ ചെയ്യുന്നത്, ഇ കൊമേഴ്സ് കമ്പനീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ.